മലയാള സിനിമാ വ്യവസായം ഈ വർഷം ഗുണനിലവാരമുള്ള ചില ഉള്ളടക്കങ്ങൾ പുറത്തെടുത്തു. അവ ഉയർന്ന ബജറ്റും അതിശയകരവുമല്ലായിരിക്കാം, പക്ഷേ അവ നല്ല പ്ലോട്ടും കഥാപാത്രങ്ങളും കൊണ്ട് നയിക്കപ്പെടുന്നു. 2018 എന്ന് പേരിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു സിനിമ 2024 ഓസ്കാറിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വർഷം മോളിവുഡിൽ നിന്ന് നമുക്ക് കാണാൻ ലഭിച്ച നിരവധി രുചിയുള്ള കഥകളിൽ ഒന്ന് മാത്രമാണിത്. 2023 മികച്ച 10 സിനിമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 2018 കേരളത്തിലെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ജീവൻ രക്ഷിക്കാൻ പ്രതിബന്ധങ്ങൾക്കെതിരെ പോയ നിരവധി ധീരരായ വ്യക്തികളുടെ കഥയാണ് 2018 പറയുന്നത്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായേക്കാവുന്ന ജീവഹാനി ലഘൂകരിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് ചെയ്യുന്നതായി സിനിമ കാണിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ മനുഷ്യത്വം എങ്ങനെ നിലനിൽക്കുമെന്ന് ഇത് കാണിക്കുന്നു. ത്രില്ലർ നാടകം വിഭാഗത്തിലാണ് 2018 പെടുന്നത്. IMDb റേറ്റിംഗ് 8.4. ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ലാൽ തുടങ്ങിയ അഭിനേതാക്കളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. 2018 സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. കാതൽ ദി കോർ. 20 വർഷത്തിലേറെയായി വിവാഹിതരായ ദമ്പതികളുടെ സങ്കീർണതയിലേക്കാണ് കാതൽ കടന്നു പോകുന്നത്. എന്നാൽ ചില പ്രശ്നങ്ങൾ പുറം ലോകം അറിയാതെ പൊങ്ങിക്കിടക്കുകയാണ്. അവർ വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്നു. അസ്ഥികൂടങ്ങൾ ഒടുവിൽ ക്ലോസറ്റിന് പുറത്താണ്. കുടുംബത്തെ അലട്ടുന്ന കാതലായ പ്രശ്നം സമൂഹം അംഗീകരിക്കുമോ? അത് നായകന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമോ? അതിലും പ്രധാനമായി ദമ്പതികൾക്ക് സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമോ? നാടക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് കാതൽ ദി കോർ. IMDb റേറ്റിംഗ് 8.2. മമ്മൂട്ടിയും ജ്യോതികയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിയോ ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന കാതൽ ദി കോർ തിയേറ്ററുകളിലും ഹിറ്റായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് എന്ന കേരളത്തിലെ ഒരു പോലീസുകാരുടെ ജീവിതത്തിലും കരിയറിലുമുള്ള ഒരു എപ്പിസോഡാണ് ഈ സിനിമ കാണിക്കുന്നത്. ഒരു പ്രധാന കേസ് തീർപ്പാക്കുമ്പോൾ അവർ നേരിടുന്ന തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. കുറ്റവാളികൾ ആദ്യം കരുതിയതിലും കൂടുതൽ നീചന്മാരും തന്ത്രശാലികളുമാണ്. അതേസമയം കുറ്റവാളികളെ പിടികൂടാനോ കേസ് കൈമാറാനോ മാധ്യമങ്ങളിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്ക്വാഡ് സമ്മർദ്ദം നേരിടുന്നു. കുറ്റവാളികളെ പിടികൂടാൻ സ്ക്വാഡിന് കഴിയുമോ? ത്രില്ലർ നാടകം വിഭാഗത്തിൽപ്പെട്ട കണ്ണൂർ സ്ക്വാഡ് തിയേറ്ററുകളിലും വമ്പൻ വിജയമായിരുന്നു. IMDb റേറ്റിംഗ് 7.9. മമ്മൂട്ടി, റോണി ഡേവിസ്, അഞ്ജലി നായർ തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജാണ്. ഇരട്ട. പോലീസ് ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അവന്റെ വേർപിരിഞ്ഞ ഇരട്ടകൾ കേസിൽ ഉൾപ്പെടും. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന നിരവധി പോലീസുകാരും ആളുകളും സംശയാസ്പദമായി കണക്കാക്കപ്പെടുന്നു. സഹോദരൻ പോലും താല്പര്യമുള്ള വ്യക്തിയായി സംശയിക്കുന്നു. സഹോദരനെ ഇതിൽ പങ്കുണ്ടോ? ക്ലൈമാക്സ് വരെ ആ സർപ്രൈസ് ഗംഭീരമായി നടക്കുന്നതിനാൽ അവസാനം വരെ കാണുക. ത്രില്ലർ നാടകം വിഭാഗത്തിലാണ് ഇരട്ട ഉൾപ്പെടുന്നത്. ജോർജ് ജോർജ്, അഞ്ജലി, മീനാക്ഷി ദിനേശ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. സംവിധാനം രോഹിത് MG കൃഷ്ണൻ. IMDb റേറ്റിംഗ് 7.7. രോമാഞ്ചം. ബംഗളൂരുവിലെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കൂട്ടം ബാച്ചിലർമാർ ഓജ ബോർഡും കോളിംഗ് സ്പിരിറ്റും പരീക്ഷിക്കുന്നു. ഇത് ഒരു വലിയ തമാശയായി ആരംഭിച്ചതാണെങ്കിലും അവരുടെ വീട്ടിൽ ഒരു സാന്നിധ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ തമാശ ഉടൻ തന്നെ ഭയമായി മാറുന്നു. പ്രശ്നങ്ങൾക്കൊപ്പം അല്പം വഴിതെറ്റതായി തോന്നുന്ന ഒരു പുതിയ കഥാപാത്രം വീട്ടിലേക്ക് കടന്നു വരുന്നു. ആൺകുട്ടികൾ ഇതെല്ലാം പാചകം ചെയ്യുന്നത് അവരുടെ തലയിലാണോ അതോ വീട്ടിൽ ഉള്ളവരോ? അത് സിനിമയിൽ കണ്ടെത്തുക. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന രോമാഞ്ചം തിയേറ്ററുകളിലും വൻ വിജയമായിരുന്നു. IMDb റേറ്റിംഗ് 7.5. ഷൗബിൻ സാഹിർ, അർജുൻ അശോകൻ, സജിൻ ഗോപു എന്നിവർ അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ്. ഗരുഡൻ. ഒരു റാപ്പ് കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്ന പ്രധാന പോലീസ് ഉദ്യോഗസ്ഥനായി നായകൻ ഉൾപ്പെടുന്ന ഒരു ക്രൈം ത്രില്ലറാണിത്. കഥയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ നമ്മുടെ നായകൻ കുറ്റവാളിയെ പിടികൂടുന്നു. എന്നാൽ കഥയുടെ പകുതിയായപ്പോഴേക്കും കാര്യങ്ങൾ തകിടം മറിഞ്ഞു. നായകനെ അപകീർത്തിപ്പെടുത്തുന്ന ചില പുതിയ തെളിവുകൾ പുറത്തുവന്നു. അവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി നന്നായി എഴുതിയ ഒരു കഥയാണിത്. അത് നഷ്ടപ്പെടുത്തരുത്. ത്രില്ലർ നിഗൂഢത നിറഞ്ഞ ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ വർമ്മയാണ്. സുരേഷ് ഗോപിയും ബിജു മേനോൻ, സിദ്ദീഖ് തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. IMDb റേറ്റിംഗ് 7.4. പൂക്കാലം. 100 വയസ്സുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുടെ പഴയ പ്രണയലേഖനം കണ്ടെത്തിയതിനെ തുടർന്ന് വിവാഹമോചനം പ്രഖ്യാപിച്ചു. വർഷങ്ങളായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഭാര്യയടക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ പെട്ടെന്നുള്ള പ്രഖ്യാപനം. ഒരു കുടുംബ ആഘോഷത്തിൽ അവരുടെ മുഴുവൻ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ദമ്പതികളുടെ ഭൂതകാലത്തേക്ക് പോകുന്നു. ഇവയെല്ലാം സാമാന്യം ലാഘവത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നാടക പ്രണയ വിഭാഗത്തിൽപ്പെട്ട പൂക്കാലം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗണേഷ് രാജാണ്. IMDb റേറ്റിംഗ് 7.4 പൂക്കാലത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വിജയരാഘവൻ, KPC ലീല, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ്. ഫാലിമി. വാരണാസിയിലേക്കുള്ള ഒരു യാത്രയിൽ പ്രവർത്തനരഹിതമായ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഫാലിമി പറയുന്നത്. ഈ യാത്രയിൽ അസ്വാസ്ഥ്യമുള്ള കുടുംബ ചലനാത്മകതയും ഇടപെടലുകളും സ്വഭാവ സവിശേഷതകളും രസകരമാണെങ്കിലും ആപേക്ഷികമല്ലെങ്കിലും ഞങ്ങൾ കാണുന്നു.
നിങ്ങൾക്ക് റോഡ് ട്രിപ്പ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അവസാനത്തോടെ ഞങ്ങൾ കഥാപാത്രങ്ങളെക്കുറിച്ചും അവരുടെ ആർക്ക് ഈ പ്രക്രിയയിൽ വളരുന്നതിനെക്കുറിച്ചും പഠിക്കുന്നുവെങ്കിൽ ഇത് കാണുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പോലും കാണാൻ കഴിയുന്ന ആസ്വാദ്യകരമായ ഒരു റോഡ് ട്രിപ്പ് സിനിമയായിരിക്കും ഇത്. ഹാസ്യ നാടക വിഭാഗത്തിൽപ്പെട്ട ഫാൽമി സംവിധാനം ചെയ്തിരിക്കുന്നത് നിതീഷ് സഹദേവാണ്. IMDb റേറ്റിംഗ് 7.3. ബേസിൽ ജോസഫ്, മീനരാജ് പള്ളുരുത്തി, ജഗദീഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു. പാച്ചുവും അത്ഭുത വിളക്കും. അപരിചിതനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ച പാച്ചുവും സ്വയം കണ്ടെത്തുക മാത്രമല്ല പ്രണയം കണ്ടെത്തുകയും ചെയ്യുന്നതിനെ കേന്ദ്രീകരിച്ചാണ് പാച്ചുവും അത്ഭുത വിളക്കും. ഈ യാത്രയിൽ അവൻ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയും അവസാനം ചില കാര്യങ്ങളിൽ താൻ ഒരു മാറിയ മനുഷ്യനായി സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നു. ഹാസ്യ നാടക വിഭാഗത്തിൽപ്പെടുന്ന പാച്ചുവും അത്ഭുത വിളക്കും IMDb റേറ്റിംഗ് 7.3 ആണ്. അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ, അഞ്ജന ജയപ്രകാശ്, വിജയ് വെങ്കടേഷ് തുടങ്ങിയവർ. സംവിധാനം അഖിൽ സത്യൻ. RDX. എന്തു വന്നാലും പരസ്പരം പിന്തുണയ്ക്കുന്ന 3 സുഹൃത്തുക്കളാണ് റോബർട്ട്, ഡോണി, സേവ്യർ എന്നിവർ. അവരെല്ലാം കരാട്ടെ വിദഗ്ധരാണ്. അവർ നിർബന്ധിതരായാൽ മോശം നടന്മാർക്കെതിരെ അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. ഇവരെല്ലാം ബന്ധങ്ങളിലുമാണ്. എന്നാൽ താഴെ എവിടെയോ എന്തോ സംഭവിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ ബന്ധം വഷളായി. എന്നിരുന്നാലും അവരിൽ ഒരാൾക്ക് എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ ബാൻഡ് വീണ്ടും ഒന്നിക്കുമോ? ഗംഭീരമായി നൃത്ത സംവിധാനം ചെയ്ത നിരവധി ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു ത്രില്ലിംഗ് റൈഡ് കാണാൻ ഈ സിനിമ കാണുക. ആക്ഷൻ നാടക വിഭാഗത്തിൽപ്പെടുന്ന RDX റേറ്റിംഗ് 7.2 ആണ്. അഭിനേതാക്കൾ ആന്റണി വർഗീസ്, ഷെയ്ൻ നിഗം, നീരജ് മാധവ്. സംവിധായകൻ നഹാസ് ഹിദായത്ത്. ബോക്സ് ഓഫീസിലും വലിയ ചലനം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു RDX.